ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിശാൽ ജാസ്മിന്റെ റൂമിൽ പോയി നോക്കുമ്പോൾ കാണുന്നത് ആ പാമ്പ് ജനലിന്റെ അകത്തുകൂടെ പുറത്തേക്ക് പോകുന്നതാണ്. അതേസമയം സുശീല ജാസ്മിനോട് ചോദിക്കും, നല്ല വലിപ്പമുള്ള പാമ്പായിരുന്നു മോളെ അത്. അതേമേ, കണ്ടിട്ടേ മൂർഖനാണെന്ന് തോന്നുന്നു. അപ്പോൾ പ്രഭാതി പറയും, കണ്ടതെന്തായാലും നന്നായി, അല്ലെങ്കിൽ അത് നിന്നെ ഉപദ്രവിച്ചെങ്കിൽ എന്തു ചെയ്തേനെ. അപ്പോൾ ജാസ്മിൻ പറയും, തലനാരി ഒഴിക്കാണ് ഞാൻ രക്ഷപ്പെട്ടത് ആൻറ്റി. അപ്പോഴാണ് വിശാൽ താഴേക്ക് വരുന്നത്. അപ്പോൾ ജാസ്മിൻ ചോദിക്കും, വിശാൽ പാമ്പിനെ കണ്ടോ? അത് അവിടെ തന്നെ ഉണ്ടോ? അപ്പോൾ വിശാൽ പറയും, അത് ജനാല വഴി പുറത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടതാണ്. ജാസ്മിൻ പേടിക്കാതിരിക്കെ. അപ്പോൾ ജാസ്മിൻ പറയും, എന്തായാലും അത് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയല്ലോ, എനിക്കിപ്പോൾ സമാധാനായി. അപ്പോൾ ഗാർഗി ചോദിക്കും, ജാസ്മിൻ പാമ്പിനെ കണ്ട ഉടനെ നിന്റെ നടുവേദനയൊക്കെ പമ്പ കടന്നോ? ഇത് കേട്ടതും ജാസ്മിൻ ഒന്ന് ഞെട്ടാണ് കേട്ടോ. അപ്പോഴാണ് നടുവേദന കാര്യം തന്നെ ജാസ്മിൻ ഓർക്കുന്നത്. അപ്പോൾ പാർവതി പറയും, അത് ചോദിക്കാനുണ്ടോ ഗാർഗി? അവളുടെ നടുവേദന മാറിയത് കൊണ്ടല്ലേ അവൾ ഈ പടികെട്ടിയിലൂടെ ഓടിയിറങ്ങി താഴേക്ക് വന്നത്. നിനക്കിപ്പോൾ സന്തോഷമായില്ലേ ജാസ്മിൻ? നടു അനക്കാൻ പറ്റാത്തത് കൊണ്ട് അമേരിക്കയിലേക്ക് പോകാൻ പറ്റാത്തതിന്റെ വിഷമത്തിലായിരുന്നില്ലേ ഇനിയിപ്പോൾ നാളെ തന്നെ നിനക്ക് അമേരിക്കയിൽ പറക്കാലോ. വിശാൽ ചോദിക്കും, പാമ്പിനെ കണ്ടതും നിന്റെ നടുവേദന എങ്ങനെ മാറിയത്? അപ്പോൾ സുശീല പറയും, ഒട്ടും എഴുന്നേൽക്കാൻ പറ്റാത്ത നീ ഇങ്ങനെ പെട്ടെന്ന് എഴുന്നേറ്റതേ ഒരു വലിയ അത്ഭുതം തന്നെ. അപ്പോൾ ജാസ്മിൻ പറയും, ഡോക്ടർ തന്ന മരുന്നുകൊണ്ടും പാമ്പിനെ കണ്ട് പേടിച്ചത് കൊണ്ടും പാമ്പെന്നെ കടിച്ചാൽ ഞാൻ ചത്തുപോകുമെന്ന ചിന്ത കൊണ്ടും എനിക്കൊരു ശക്തി കിട്ടി. അപ്പോൾ ഞാൻ എൻ്റെ വേദനയൊക്കെ മറന്നു. നടുവിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചത് പോലുമില്ല. പിന്നെ പെട്ടെന്ന് എഴുന്നേറ്റ് താഴേക്ക് ഓടിയിറങ്ങി. ഇപ്പോൾ ഗാർഗി ചോദിച്ചപ്പോഴാണ് നടുവേദനയുടെ കാര്യം പോലും ഞാൻ ഓർത്തത്. അമ്മ പറഞ്ഞതുപോലെ ഇത് ഭയങ്കര അത്ഭുതം തന്നെയല്ലേ? അപ്പോൾ സുശീല പറയും, ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെ. ഏതായാലും എൻ്റെ മോൾ ആഗ്രഹിച്ചതുപോലെ തന്നെ പെട്ടെന്ന് അമേരിക്കയിലേക്ക് പോകാൻ പറ്റുമല്ലോ. ഇവൾ എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ വിശാൽ പറയും, എന്തായാലും യാത്ര ക്യാൻസൽ ചെയ്യേണ്ടി വന്നില്ലല്ലോ, അതെന്തായാലും നന്നായി. നാളെ ഉച്ചയ്ക്കാണ് ഫ്ലൈറ്റ്. ജാസ്മിൻ പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കോ എന്ന് പറഞ്ഞിട്ട് വിശാൽ അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് ജാസ്മിൻ മുറ്റത്ത് നിന്നിട്ട് വിചാരിക്കുകയാണ്, എല്ലാ പ്ലാനും പൊളിഞ്ഞല്ലോ. ആ പാമ്പിന് വരാൻ കണ്ട ഒരു സമയം. അപ്പോഴാണ് ആ പാമ്പാട്ടി അവിടേക്ക് വരുന്നത് കേട്ടോ. എന്നിട്ട് ജാസ്മിനോട് ചോദിക്കും, എവിടെ നാഗരാജ? അവനെ ശരിക്കും ജോലിയൊക്കെ ചെയ്തില്ലേ? അപ്പോൾ ജാസ്മിൻ ചോദിക്കും, നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? അപ്പോൾ ആ പാമ്പാട്ടി പറയും, നിങ്ങൾ നിങ്ങളുടെ നടുവേദന ഏതെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ എത്ര ലക്ഷം രൂപ ചിലവാക്കേണ്ടി വരുമായിരുന്നു. എന്നാലിപ്പോൾ ലക്ഷമൊന്നും ചിലവാക്കാതെ തന്നെ വേദന മാറിയില്ലേ? അതെ, എൻ്റെ പാമ്പ് ചെയ്ത പണിയാണ്. മനസ്സിലായില്ലേ? എൻ്റെ പാമ്പിനെ കണ്ട് പേടിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ നടുവേദന മാറിയതെന്ന്. നിങ്ങളുടെ പാമ്പോ? അതെ, നിങ്ങളുടെ മുറിയിലുണ്ടായിരുന്നത് എൻ്റെ പാമ്പാണ്. അതിപ്പോൾ ഈ കൂട്ടിലുണ്ട്. എങ്കിലും നടുവേദന പോയതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും തരണം. അപ്പോൾ ജാസ്മിൻ മനസ്സിൽ പറയും, ഇപ്പോൾ ഇവിടെ എന്താ ഉണ്ടായതെന്ന് എനിക്കിപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായി. എന്നിട്ട് ആ പാമ്പാട്ടിയോട് ചോദിക്കും, എൻ്റെ നടുവേദന മാറ്റണമെന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നത് ആരാണ്? അത് കേട്ടുകൊണ്ട് അവിടേക്ക് പാർവതി വരികയാണ് കേട്ടോ. അപ്പോൾ പാർവതി ജാസ്മിനോട് പറയും, ഞാനാണ് ഇയാളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത്. എന്നിട്ട് ആ പാമ്പാട്ടിക്ക് കുറച്ച് പണവും കൊടുത്തിട്ട് അയാൾ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ജാസ്മിൻ ചോദിക്കും, ഇതൊക്കെ നിന്റെ നാടകമായിരുന്നു അല്ലേ? അതെ, എല്ലാം എൻ്റെ നാടകം തന്നെയായിരുന്നു. നീ എൻ്റെ വിശാൽ സാറിനെ തട്ടിയെടുക്കാൻ ഓരോ മറുമായങ്ങൾ കാണിക്കുമ്പോൾ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് നീ കരുതിയോ? നിന്നെ ഇവിടെ നിന്ന് പുകച്ച് പുറത്തു ചാടിക്കാൻ വേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും ഞാൻ പോകും. അപ്പോൾ ജാസ്മിൻ പറയും, നീ കൂടുതൽ തിളയ്ക്കരുത്. നീ എനിക്കെതിരെ എന്ത് പണിയൊപ്പിച്ചാലും അതിനെതിരെ മറുപടി തരാൻ എനിക്കറിയാം. അപ്പോൾ പാർവതി പറയും, നിന്നെ വേണമെങ്കിൽ ഈ സെക്കൻഡിൽ എനിക്ക് ഓടിക്കാൻ സാധിക്കും. നീ ശരിക്കും ആരാണെന്നും എന്താണെന്നുള്ള സത്യം വിശാൽ സാറിനോട് പറഞ്ഞാൽ സാർ നിന്നെ ഈ നിമിഷം ഇവിടെ നിന്ന് കെട്ടിക്കും. അതിനു മുമ്പ് നീ ആയിട്ട് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് നിനക്ക് നല്ലത്. അപ്പോൾ ജാസ്മിൻ ചോദിക്കും, നീ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണോ? അതെ, അങ്ങനെ തന്നെ നീ കരുതിക്കോ. നിന്റെ അച്ഛൻ നിനക്ക് ഇരിക്കപ്പെണ്ടം വെച്ചതുകൊണ്ട് അച്ഛനോട് പിണങ്ങി നീ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരുവാധാരമായി നിൽക്കുകയാണെന്ന് പറഞ്ഞ് എൻ്റെ വിശാൽ സാറിനെ വിശ്വസിപ്പിച്ചിട്ടല്ലേ നീ വീണ്ടും ഇവിടെ താമസം തുടങ്ങിയത്? അത് നീ ഉണ്ടാക്കിയ കള്ളക്കഥയല്ലേ? ആണ്. നിന്റെ അച്ഛനും നീയും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ഇപ്പോഴും നിങ്ങൾ എന്നും ഫോണിൽ സംസാരിക്കുന്ന മുഴുവൻ ഈ വീടിൻ്റെ സ്വസ്ഥത നശിപ്പിക്കാനുള്ള പദ്ധതികളും. അതൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. മാത്രമല്ല അതിൻ്റെ തെളിവുകളും ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ വിശാൽ സാറിന് എടുത്ത് കാണിച്ചാൽ പിന്നെ നിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇതൊക്കെ കേട്ട് ജാസ്മിൻ ഒന്ന് ഞെട്ടുകയാണ് കേട്ടോ. അപ്പോൾ പാർവതി പറയും, എല്ലാവരുടെയും മുമ്പിൽ നാണം കെടാതെ വേഗം ഇവിടെ നിന്ന് പോകാൻ നോക്ക്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം ജാസ്മിൻ പോകാൻ റെഡിയായിട്ട് ബാഗെല്ലാം എടുത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്രഭാവതി ജാസ്മിനോട് ചോദിക്കും, നിനക്ക് എന്ത് പറ്റി ജാസ്മിൻ? നീ എന്തിനാണ് ഇത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകുന്നത്? അപ്പോൾ ജാസ്മിൻ പറയും, എനിക്ക് വേറെ വഴിയൊന്നും ഇല്ല ആൻറ്റി. പാർവതിയെ നമ്മൾ വിചാരിച്ചതിനേക്കാളും ബുദ്ധിശാലിയാണ്. അവളുടെ മുമ്പിൽ നമ്മുടെ എല്ലാ പദ്ധതികളും പരാജയപ്പെടും.
അവളോട് മത്സരിച്ച് വിശാലിനെ നേടാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് വിശാലിനെ സ്വപ്നം കണ്ട് ഞാൻ ഇനിയും ഇവിടെ നിൽക്കുന്നത് ബുദ്ധിമോശമാണ്. അതെനിക്ക് തന്നെ അപകടമാണ്. എൻ്റെ ജീവിതം എനിക്ക് കൈവിട്ടു പോകും. അതുകൊണ്ടാണ് ഈ ഒരു തീരുമാനം ഞാൻ എടുത്തത്. ഇനി ഒരിക്കലും ഈ വീട്ടിലേക്കെന്ന് മാത്രമല്ല, ഇന്ത്യയിലേക്ക് പോലും ഒരു മടങ്ങി വരവ് ഉണ്ടാവില്ല. പിന്നെ ജാസ്മിൻ പോയിട്ട് പാർവതിയോട് പറയും, നിന്നോട് ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു. ഇനി ഒരിക്കലും നിന്റെയും വിശാലിന്റെയും ജീവിതത്തിലേക്ക് ഞാൻ വരില്ല. നിങ്ങളുടെ ഈ ജീവിതം എന്നും ഇതേ സ്നേഹത്തോടെ മുന്നോട്ട് പോകട്ടെ. അപ്പോൾ പാർവതി പറയും, എനിക്ക് നിന്നോട് ഒരു വിരോധം ഇല്ല ജാസ്മിൻ. സ്നേഹം മാത്രമേ ഉള്ളൂ. നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ. വിവാഹമൊക്കെ കഴിഞ്ഞ് നല്ലൊരു ജീവിതം നിനക്കുണ്ടാവട്ടെ. ഉദയനൊരമ്മ അതിന് നിന്നെ അനുഗ്രഹിക്കും. പിന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ജാസ്മിൻ അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് ഒരു ആഭരണപ്പെട്ടിയും കൊണ്ട് പ്രഭാതിയും പ്രതാപനും കൂടെ വിശാലിൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് പറയും, ഇതെൻ്റെ കുറച്ച് ആഭരണമാണ് മോനെ, നീ എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്യണം. നീ ഇതൊന്ന് പണയം വെച്ച് എനിക്കൊരു 30 ലക്ഷം രൂപ അറേഞ്ച് ചെയ്ത് തരണം. വലിയ അത്യാവശ്യമായതുകൊണ്ടാണ്. അപ്പോൾ വിശാൽ ചോദിക്കും, 30 ലക്ഷത്തിന് വേണ്ടി ഈ സ്വർണം പണയം വെക്കാനോ? അപ്പോൾ പ്രഭാവതി പറയും, അല്ലാതെ എന്ത് ചെയ്യാനാണ്? പണം കണ്ടെത്താൻ വേറെ മാർഗം വേണ്ടേ? അപ്പോൾ വിശാൽ പറയും, ഇത് പണയം വെക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മ എന്താ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് അമ്മയുടെ വീടല്ലേ? ഇവിടുത്തെ പണം അമ്മയുടെ കൂടെ പണമല്ലേ? 30 ലക്ഷം അതിൽ നിന്ന് എടുത്താൽ പോരെ? എന്തിനാണ് സ്വർണ്ണമൊക്കെ പണയം വെക്കുന്നത്? അപ്പോൾ പ്രഭാവതി പറയും, അതൊക്കെ എനിക്കറിയാം മോനെ. ഇവിടുത്തെ പണത്തിൽ നിന്ന് 30 ലക്ഷം എടുത്താൽ ആരും എന്നോട് ഒന്നും ചോദിക്കില്ല. മാത്രമല്ല ഈ തുക തരാൻ നീയും മടിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ ഈ പണം എനിക്ക് വേണ്ടിയല്ല, ദേ ഇവന് വേണ്ടിയാണ്. ഇത്രയും കാലം സ്വന്തം ജീവിതം പോലും ചിന്തിക്കാതെ പ്രതാപൻ എൻ്റെ ഒപ്പം ഒരു നിഴൽ പോലെ നിന്നില്ലേ? ഇനി അത് പോരാ. ഇവനും സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ വേണം. ഒരു ബിസിനസ് തുടങ്ങിയാൽ ഇവൻ്റെതായ ഒരു വഴിയാവില്ലേ? ഇത് കേൾക്കുമ്പോൾ വിശാൽ പറയും, ഇതേ നല്ലൊരു ആലോചനയാണ് അങ്കിൾ, ഇത് ഉടനെ തുടങ്ങിക്കോ. അപ്പോൾ പ്രഭാവതി പറയും, ഉടനെ തുടങ്ങണമെങ്കിൽ ക്യാപിറ്റൽ വേണ്ടേ മോനെ? കുറഞ്ഞത് ഒരു 30 ലക്ഷം രൂപയെങ്കിലും കയ്യിൽ വേണം. ഇവൻ്റെ കയ്യിൽ എവിടെ നിന്നാ ഇത്രയും തുക? ഇവിടുത്തെ പണം എടുത്ത് ഇവൻ ബിസിനസ് തുടങ്ങുന്നത് അത്ര ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഗോൾഡ് എടുത്ത് പണയം വെക്കാൻ എന്ന് തീരുമാനിച്ചത്. നീ ഒന്ന് പണയം വെച്ച് പറഞ്ഞ തുക എടുത്ത് തന്നാൽ മതി. ഇതൊക്കെ പാർവതി മറിഞ്ഞെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം പാർവതി മനസ്സിൽ പറയും, വിശാൽ സാറിൻ്റെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കാനുള്ള പുതിയ പദ്ധതിയാണല്ലോ ഇത്. അപ്പോൾ വിശാല് പ്രഭാവതിയോട് പറയും, ഞാൻ ഇത് പണയം വെക്കില്ല. മാത്രമല്ല ഇത് പണയം വെക്കാൻ ഞാൻ കൂട്ടു നിൽക്കുകയില്ല. അമ്മയുടെ ആഭരണങ്ങൾ എനിക്ക് ഗായത്രി അമ്മയുടെ ആഭരണത്തിന് തുല്യമാണ്. അത് ഞാൻ ഒരിക്കലും പണയം വെക്കില്ല. അതുപോലെ തന്നെ ഇത് പണയം വെക്കാൻ പാടില്ല. അമ്മയെ ഞാൻ ഗായത്രി അമ്മയുടെ സ്ഥാനത്താണ് കാണുന്നത്. എൻ്റെ അമ്മ പോയതിനു ശേഷം എന്നെ ഇത്രയും വളർത്തി വലുതാക്കിയത് അമ്മയല്ലേ? അപ്പോൾ അമ്മയുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നടത്തേണ്ടത് എൻ്റെ കടമയാണ്. അപ്പോൾ പ്രഭാവതി പറയും, അത് ശരിയാണ്. പക്ഷേ ഇത് എനിക്ക് വേണ്ടിയല്ലല്ലോ. ആയിക്കോട്ടെ, അമ്മയുടെ സഹോദരൻ എനിക്ക് ആരാണ്? എൻ്റെ അമ്മാവൻ. അപ്പോൾ അമ്മാവനെ സഹായിക്കേണ്ടതും എൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. അമ്മ ഈ ആഭരണങ്ങൾ കയ്യിൽ തന്നെ വെച്ചോ. അങ്കിളിന് ബിസിനസ്സിന് വേണ്ട പണം ഞാൻ തരാം. അപ്പോഴാണ് കേട്ടോ പാർവതി അവിടേക്ക് കയറി ചെല്ലുന്നത്. അപ്പോൾ വിശാൽ പറയും, താൻ കൃത്യസമയത്ത് തന്നെയാണ് വന്നത്. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. അങ്കിളെ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. ഇപ്പം അങ്കിളിന് ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് 30 ലക്ഷം രൂപ വേണം. അത് നമുക്ക് കൊടുക്കാൻ പാർവതി. താൻ ആ ലോക്കറിൽ നിന്ന് ഒരു 30 ലക്ഷം എണ്ണി എടുത്തിട്ട് വാ. അപ്പോൾ പ്രഭാവതി പറയും, ഞങ്ങൾക്ക് കാശ് തരുന്നത് പാർവതിക്ക് ഇഷ്ടമല്ല എന്ന് തോന്നുന്നു മോനെ. അപ്പോൾ വിശാൽ പറയും, അങ്ങനെയൊന്നുമില്ല, എൻ്റെ ഇഷ്ടം തന്നെയാണ് പാർവതിയുടെ ഇഷ്ടം. പാർവതി പോയിട്ട് പണം എടുത്തിട്ട് വാ. അങ്ങനെ പാർവതി പോയിട്ട് പണം എടുത്തുകൊണ്ടെന്ന് ആ ബാഗ് വിശാലിന് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ പ്രഭാവതി പറയും, ഇത് പാർവതി പ്രതാപന് കൊടുത്താൽ നല്ലതായിരുന്നു മോനെ. ഐശ്വര്യമുള്ളവളല്ലേ പാർവതി. അതുകൊണ്ട് ബിസിനസ് തുടങ്ങാനുള്ള പണം പാർവതി കൊടുത്താൽ പ്രതാപൻ്റെ ബിസിനസ് വെച്ചടി ഉയരും. അപ്പോൾ വിശാൽ പറഞ്ഞത് പ്രകാരം പാർവതി ആ പണം വാങ്ങി പ്രതാപിന് കൊടുക്കുകയാണ്. അപ്പോൾ പ്രഭാവതി മനസ്സിൽ പറയും, ഇപ്പോൾ നിന്റെ കൈ കൊണ്ട് തന്നെ നീ പ്രതാപിന് പണം കൊടുത്തില്ലേടി? ഇതാണ് പ്രഭാവതിയുടെ ബുദ്ധി. അപ്പോൾ പ്രതാപൻ പറയും, വളരെ ഉപകാരം പാർവതി. ഇതിനെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. അപ്പോൾ വിശാൽ പറയും, ഒന്നും വേണ്ട, ആദ്യം കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ശരിയെന്ന് പറഞ്ഞിട്ട് അവർ ആ പണവും കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അതുകൊണ്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന പാർവതിയെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഈ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.